പത്തനംതിട്ടയിൽ നിന്ന് പുതിയ വാർത്തയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വാർത്ത. പത്തനംതിട്ട ജില്ലയിലെ അടൂർ നഗരസഭയിൽ 8ാം വാർഡിൽ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഫെനി നൈനാൻ, അതാണ് പേര്, അദ്ദേഹം മുങ്ങിയിരിക്കുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് പൂട്ടിയിരിക്കുന്നു. ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ നഗരസഭയിൽ നിന്ന് വരുന്ന വാർത്ത. ഇനി ആരാണ് ഫെനി നൈനാൻ? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. എങ്ങനെയാണ് ഫെനി നൈനാന് സീറ്റ് കിട്ടിയത്? രാഹുൽ മാങ്കൂട്ടത്തിലിനുമായുള്ള അടുപ്പം കൊണ്ട് തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിന് സ്വാധീനമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഫെനി നൈനാന് സീറ്റ് നൽകിയത്. ഇനി എന്തിനാണ് ഫെനി നൈനാൻ ഓഫീസ് പൂട്ടി മുങ്ങിയത്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? പുതിയ പരാതി ലഭിച്ചിട്ടുണ്ട് KPCCക്ക്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരിയാണ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു, ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയെ കാറിൽ കയറ്റി കൊണ്ടുപോയ ആളാണ് ഫെനി നൈനാൻ. രാഹുൽ മാങ്കൂട്ടത്തിന് കാഴ്ചവെക്കാൻ പെൺകുട്ടിയെയും കൊണ്ടുപോയ ആളാണ് ഫെനി നൈനാൻ. ഫെനി നൈനാന്റെ പേര് കൃത്യമായും പരാതിയിൽ പറയുന്നുണ്ട്. ആ വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഫെനി നൈനാൻ മുങ്ങിയിരിക്കുന്നത്. ഫെനി നൈനാന്റെ ഫോണും ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. വിളിച്ചാൽ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഫെനി നൈനാനും ഒളിവിൽ പോയിരിക്കുന്നു എന്നർത്ഥം. ഇനി ഫെനി നൈനാൻ എപ്പോഴാണ് പൊങ്ങുക എന്നതേ അറിയാനുള്ളൂ. സ്വാഭാവികമായും KPCC പ്രസിഡന്റിനാണ് പരാതി നൽകിയിരിക്കുന്നത് പെൺകുട്ടി. KPCC പ്രസിഡന്റിന് മാത്രമല്ല AICC നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയിട്ടുണ്ട്. പരാതി സംബന്ധിച്ച് വാർത്ത വന്നു മാധ്യമങ്ങളിൽ, വലിയ വാർത്തയായി. അതിനുശേഷം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പരാതി കൈമാറിയിട്ടുണ്ട് DGPക്ക്. എപ്പോഴാണ് സണ്ണി ജോസഫിന് പരാതി ലഭിച്ചത്, എത്ര ദിവസം സണ്ണി ജോസഫ് പരാതി പോക്കറ്റിലിട്ട് നടന്നു എന്നതിനെക്കുറിച്ച് ഒന്നും അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരുന്നു മാധ്യമങ്ങൾ വിളിച്ച് ആരാഞ്ഞപ്പോൾ. അതിനുശേഷമാണ് പരാതി DGPക്ക് കൈമാറി തടി രക്ഷപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ മാത്രമാണോ പരാതി ലഭിച്ചത് KPCCക്ക്? അല്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. പരാതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു KPCC പ്രസിഡന്റിനും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ. അത് നൽകിയത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. അതോടൊപ്പം ഈ പെൺകുട്ടിയും പരാതി നൽകിയിരുന്നു. പരാതി ലഭിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നടപടിയെക്കുറിച്ചും ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ കള്ളത്തരം പറയുകയാണ് ചെയ്യുന്നത് KPCC പ്രസിഡന്റ് എന്ന്. നേരത്തെ പരാതി നൽകിയിരുന്നു എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. അത് എപ്പോൾ? പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പരാതി നൽകിയിരുന്നോ, അതിനുശേഷമാണോ പരാതി ലഭിച്ചത് എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കണം. എപ്പോഴാണ് പരാതി പെൺകുട്ടി ഇതിനു മുമ്പ് നൽകിയത് KPCCക്ക് എന്ന കാര്യം? അതുകൊണ്ടാണല്ലോ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഒരു പരാതിയും പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഈ പരാതിയിൽ, പുതിയ പരാതിയിൽ പെൺകുട്ടി പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണ് സണ്ണി ജോസഫ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. കാരണം നേരത്തെ ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരവും KPCC പ്രസിഡന്റിന് അറിയാമെന്ന് പെൺകുട്ടി പുതിയ പരാതിയിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ ഇക്കാര്യം KPCC പ്രസിഡന്റിനെയും കോൺഗ്രസ് നേതാക്കളെയും അറിയിച്ചിട്ടുണ്ടാകണം. 23-കാരിയായ കേരളത്തിന് പുറത്തു താമസിക്കുന്ന പെൺകുട്ടി. ഇതെല്ലാം കയ്യിലിരിക്കുകയാണ്, വിവരങ്ങളെല്ലാം കയ്യിലിരിക്കുകയാണ്, പരാതി കയ്യിലിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് പറയുന്നത് എനിക്ക് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്ന്. പുതിയ പരാതിയും അതുപോലെ മറച്ചുവെക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് DGPക്ക് പരാതി കൈമാറാൻ തയ്യാറായത്. ഇവിടെ വന്നിരിക്കുന്ന പുതിയ വാർത്ത ഫെനി നൈനാൻ മുങ്ങി എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്, കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും ഒളിവിലാണ്, സന്ദീപ് വാര്യർ ഒളിവിലാണ്. അതിജീവിതയെ വെളിപ്പെടുത്തുന്ന രൂപത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരാൾ ഇപ്പോൾ ജയിലിലാണ്. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ ഒന്നൊന്നായി ജയിലിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കാഴ്ച, അതും യൂത്ത് കോൺഗ്രസിൻ്റെ വൈബ്രന്റ് യൂത്ത് എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് വരിയായി ജയിലിലേക്ക് പോകാൻ നിൽക്കുന്നത്, മറ്റുള്ളവർ ഒളിവിലേക്ക് പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് തിരിച്ചടികളുടെ കാലമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് സംബന്ധിച്ച് ഒളിച്ചും തെളിച്ചും പറയാതെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറി മാധ്യമപ്രവർത്തകരെ പുച്ഛിച്ചു പോകുന്ന പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമുണ്ട്. അവർ ഈ പരാതി എപ്പോഴാണ് ലഭിച്ചത്, എത്ര പരാതി ലഭിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് പരാതി തന്നിരിക്കുന്നത്, ആ പരാതികൾ മുഴുവൻ അന്വേഷണ ഏജൻസിക്ക് കൈമാറണം, പോലീസിന് കൈമാറണം. ഇതെല്ലാം കയ്യിൽ പിടിച്ചു വെക്കുന്നത് എന്തിന് എന്ന ചോദ്യം വലിയ ചോദ്യമാണ്.
ഇത്ര വലിയ ക്രിമിനലിനെ സംരക്ഷിക്കാൻ, ഹീനകൃത്യം ചെയ്ത വൻ ക്രിമിനലായ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ എന്തിന് കോൺഗ്രസ് നേതാക്കൾ മെനക്കെടുന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് നാളെ ഈ കോൺഗ്രസ് നേതാക്കളൊക്കെ മറുപടി പറയേണ്ടി വരും.